ഹലോ ഗൈസ്, മാഗ്നസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ഐഫോൺ സീരീസ് ലോഞ്ചിന് ശേഷവും നമ്മൾ എല്ലാവരും അതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ചർച്ച ചെയ്യാറുണ്ട്. തീർച്ചയായും ഈ ഒരു 17 സീരീസ് ലോഞ്ചിന് ശേഷം നമ്മൾ എല്ലാവരും ചർച്ച ചെയ്ത ഒരു കാര്യമാണ് ഈ ഒരു സീരീസിൽ വരുന്ന സ്ക്രാച്ച് പ്രോബ്ലംസ്. എന്റെ കയ്യിൽ ഇപ്പോൾ 2 ഡിവൈസ് ആണ് ഉള്ളത്. ഒന്ന് ഈ വർഷം ലോഞ്ച് ചെയ്ത 17 പ്രോയും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്ത 16 പ്രോയും. നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നത് ഈ ഒരു 16 പ്രോ ഡിവൈസ് ആണെന്നുണ്ടെങ്കിലും, പക്ഷേ ഇതിന്റെ ഒരു എൻഹാൻഡ് ഫീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 17 പ്രോ നോക്കുന്ന ടൈമിൽ നമുക്ക് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ ഒന്നുകൂടെ സ്മൂത്ത് ആണ്. അല്ലെങ്കിൽ ആ ഒരു എഡ്ജ് കാര്യങ്ങളൊക്കെ കേർവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫീൽ കിട്ടുന്നുണ്ട് കയ്യിൽ പിടിക്കാൻ. പക്ഷെ നമ്മളിങ്ങനെ രണ്ടും ഒരുമിച്ച് വെച്ച് നോക്കുന്ന ടൈമിൽ ഇതിൽ ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നത് തീർച്ചയായും എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു 16 പ്രോക്ക് തന്നെയാണ്. ഈ 16 പ്രോന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇതൊരു ടൈറ്റാനിയം ബോഡി ആയിട്ടാണ് വരുന്നത്. അതുപോലെ ബാക്ക് ഗ്ലാസ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഈ 17 പ്രോന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു യൂണി അലുമിനിയം ബോഡിയാണ് വരുന്നത്. ഈ അലുമിനിയത്തിൽ ആനോഡൈസേഷൻ ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു ബ്ലൂ കളറൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് തന്നെയാണ് ഇതിന്റെ ഒരു സ്ക്രാച്ച് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ 2 ഡിവൈസിന്റെയും സ്ക്രാച്ച് ടെസ്റ്റിലേക്ക് പോകാം. നമുക്കറിയാം 16 പ്രോയിൽ ടൈറ്റാനിയം ബോഡിയാണ് വരുന്നത്. നമ്മളൊരു കോയിൻ യൂസ് ചെയ്ത് ഇങ്ങനെ മാർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ സ്ക്രാച്ച് ചെയ്യുന്ന ടൈമിൽ അവിടെ അതിന്റെ ചെറിയൊരു മാർക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും വെച്ച് വൈപ്പ് ചെയ്താൽ എന്താവുന്നുണ്ട്, അതുപോലെ ക്ലിയർ ആയി പോകുന്നുണ്ട്. ഇതെന്താവുന്നില്ല, അതിന്റെ ബോഡിനെ എത്രത്തോളം എഫക്ട് ചെയ്യുന്നൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇനി 17 പ്രോയിൽ എന്താക്കാം, ഒന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഈ കോയിൻ വെച്ചിട്ട് നമുക്ക് എന്താക്കാം, ഇതിലൊന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ സ്ക്രാച്ച് ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതൊന്ന് വൈപ്പ് ചെയ്ത് നോക്കുന്ന ടൈമിൽ ഈ ഒരു ചെറിയ സ്ക്രാച്ചസ് ഒന്നും എന്താവുന്നില്ല, നമുക്ക് സൈഡിൽ എന്താവുന്നില്ല, എഫക്ട് ചെയ്യുന്നില്ല. അടുത്ത് നമുക്ക് ഈ ഒരു ക്യാമറയുടെ സൈഡിലായിട്ട് ഒന്ന് എന്താക്കാം, സ്ക്രാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ഷാർപ്പായിട്ടുള്ള എഡ്ജാണ് വരുന്നത്. നേരത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഈ ഒരു കോർണർ ഷാർപ്പാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കാം. നമ്മൾ ഈ സൈഡിൽ സ്ക്രാച്ച് ചെയ്ത ടൈമിൽ ജസ്റ്റ് അവിടെ ഒരു മാർക്കിംഗ് വന്നു. പക്ഷേ നമ്മളതൊന്ന് വൈപ്പ് ചെയ്ത ടൈമിൽ അതെന്തായി, അതുപോലെ ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഒരു ക്യാമറയുടെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രാച്ച് ചെയ്ത ടൈമിൽ തന്നെ അവിടുത്തെ ആ കോട്ടിങ് പോയിട്ട് നല്ല റോ മെറ്റീരിയൽ ആയിട്ടുള്ള അലുമിനിയം നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി 17 പ്രോ പർച്ചേസ് ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രാച്ച് വരാതെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ടിപ്സ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ ഈ ഒരു ഫോൺ ലാമിനേഷൻ ചെയ്ത് യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു പൗച്ച് വാങ്ങിയിട്ട് നമ്മൾ ഈ ഫോണെ പ്രൊട്ടക്ട് ചെയ്യുക. 17 പ്രോ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 17 സീരീസിൽ 3 കളർ വേരിയന്റിലായിട്ട് ഡിവൈസ് വന്നിട്ടുണ്ട്. നമ്മളെ ട്രെൻഡിങ് ആയിട്ടുള്ള ഓറഞ്ച് കളറും അതുപോലെ ബ്ലൂ കളറും, മറ്റൊരു കളർ ഉണ്ട്, അതൊരു സിൽവർ കളറാണ്. ഈ സിൽവർ കളർ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതൊരു അലുമിനിയത്തിന്റെ റോ കളറാണ്. ജസ്റ്റ് ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ വന്നാലും നമുക്ക് ആ ഒരു കളറിൽ അങ്ങനെ എടുത്ത് കാണിക്കില്ല. അപ്പോൾ ഐഫോൺ 17 പ്രോ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സിൽവർ കളറോട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സിൽവർ കളറിൽ കുറച്ചുകൂടെ സ്ക്രാച്ച് വരുന്നത് കുറവായിരിക്കും. അല്ലെങ്കിൽ സ്ക്രാച്ച് വന്നാൽ നമുക്ക് പെട്ടെന്ന് പറ്റൂല, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യൂ.